ഒരു വീഡിയോ ആക്കി തരാമോ എന്ന് ചോദിച്ചു. വൈകുന്നേരം നോക്കിയപ്പോഴേക്കും 1 മില്യൺ ആയിട്ടുണ്ട്. എന്താണ് അതിനുള്ള കാരണം എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും ഇങ്ങനെ ഓർത്തിരിക്കാറില്ല, മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചേച്ചിയെ പിടിച്ചു നിർത്തി ഏറ്റവും കൂടുതൽ മോള് എന്നുള്ളൊരു ഫാക്ടർ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യാം, കാരണം സപ്പോർട്ടിന് ആരുമില്ല, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാ കാര്യങ്ങളും ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അവൾ ഒരു തെറ്റും ചെയ്യാതെ അവൾ അങ്ങനെ സഫർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചേ പറ്റുള്ളൂ. അമ്മ എന്തിനാ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്? അമ്മയ്ക്ക് എന്നെ ബോധിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അവൾക്ക് എന്നെ ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ പറയാനുള്ളവരെ എന്നായാലും നമ്മൾ എന്ത് ചെയ്താലും പറയും. ഇപ്പോഴും ഞാൻ ബോൾഡാണ്, സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചേച്ചി എങ്ങനെയാണ് ആ ഒരു മൊമെന്റ് സീസ് ചെയ്ത് അത് ക്രോസ് ചെയ്തത്? എങ്ങനെയാണ് ചേച്ചി പ്ലാൻ ചെയ്ത് ഒന്നും അങ്ങനെ നടന്നിട്ടില്ല. സിനിമ ഫീൽഡ് എനിക്ക് പറ്റുന്നതല്ല, എനിക്ക് ഈ കോമ്പറ്റീഷൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഒരു റിലയബിൾ ഇൻകം അല്ല. അതിൻ്റെ ഒരു പ്രഷർ ഭീകരമായിരുന്നു. അപ്പം അന്ന് എൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉണ്ട്, അവരെ നോക്കണം, മോളെ നോക്കണം. എൻ്റെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി വേണോ ജീവിതം വേണോ എന്ന് തീരുമാനിക്കുക, അല്ലാതെ ഇത്രയും സ്ട്രെസ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാനൊരു സീരിയലിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ലാസ്റ്റ് പാക്കപ്പ് ഡേ എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ പേരൻസാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളി എന്നെ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഒരാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്തു. വളരെ ബോൾഡായിട്ടുള്ള ആളാണ്, എല്ലാ കാര്യത്തിനും അവനവൻ്റേതായ ഓരോ തീരുമാനങ്ങളുള്ളതാണ് ആളാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നിയോ പ്രൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം ഇരിക്കുന്നത് മലയാളികൾക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത മലയാളത്തിലെ ഏറ്റവും മുഖശ്രീയുള്ള നായികയാണ്. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ പറയും മിനി സ്ക്രീനിലെ കാവ്യ മാധവനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലേ? ഉണ്ട് ചേച്ചി, ഉണ്ട്. എന്നും ആൾക്കാർക്ക് റോഡിൽ വെച്ചാണെങ്കിലും എന്നെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും എന്താ സംസാരിക്കാനും ഒക്കെ വളരെ ഫ്രീ ആണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പണ്ട് മുതലേ കാണുന്ന മുഖമാണ് എന്ന് പറഞ്ഞ ഒരു അപരിചിതത്വം തോന്നാത്ത രീതിയിൽ അടുത്ത് വന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ഇത്രയും ഇപ്പോഴും സീരിയൽസിൽ ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ എല്ലായിടത്തും വളരെ ലൈവ്ലി ആയിട്ട് സീരിയൽസ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഭയങ്കരമായിട്ടും സോഷ്യൽ മീഡിയയിൽ സെൻസേഷണലായത് ഒരു കുറിപ്പിൻ്റെ പേരിലായിരുന്നു. ആ കുറിപ്പ് ചേച്ചി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പറഞ്ഞ പോലെ ഹസ്ബൻഡിനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്താ പറയുക മനസ്സിൽ വച്ചുകൊണ്ട് എഴുതിയൊരു കുറിപ്പ് പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം അങ്ങ് ഏറ്റെടുത്തു. എങ്ങനെയാണ് മലയാളികൾ അതിനോട് പ്രതികരിച്ചത്? കാരണം പലർക്കും അറിയണ്ടായിരുന്നില്ല. ഞാനൊക്കെ അപ്പോഴാണ് അറിയുന്ന ചേച്ചി, സത്യം പറഞ്ഞാൽ 11 വർഷമായി ഹസ്ബൻഡ് 12 വർഷമായി ഹസ്ബൻഡ് വിട വാങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ മനസ്സിൽ വന്നു. അത് കഴിഞ്ഞ് ഒരുപാട് കോൾസൊക്കെ വന്നു. പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇതൊന്ന് 1 മില്യൺ വ്യൂസും പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അതിനുള്ള കണ്ടൻറ്റിനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. ആകെ ഞങ്ങളൊപ്പം ഉള്ള കുറച്ച് ഫോട്ടോസേ ഉള്ളൂ. അതും നല്ല ഫോട്ടോസ്, അതായത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത പിക്ചേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു 10 ഫോട്ടോസ് ഉണ്ട്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹരിത എടുത്ത് പറഞ്ഞു, എനിക്ക് ഇത് എന്നെ ഒരു വീഡിയോ ആക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹരിത പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി തന്നു. അതിന് ചേരുന്ന ഒരു സോങ് വിട്ടു. ജസ്റ്റ് അങ്ങനെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് പോസ്റ്റ് ചെയ്ത ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാനത് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. വൈകുന്നേരം നോക്കിയപ്പോഴേക്കും 1 മില്യൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ അതിശയിച്ചു പോയി. അത് എന്താണ് അതിനുള്ള കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾക്കാർക്ക് അത് ഭയങ്കര റിലേറ്റബിളായിട്ട് തോന്നിയിരുന്നു. അത് കുറച്ചെന്തോ സ്പെഷ്യലായിട്ട് തോന്നി എന്ന് അതിൽ നിന്ന് മനസ്സിലായി. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ അതിൽ ആൾക്കാർക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ
കുടുംബത്തിൽ ആരും ഇങ്ങനെ ഓർത്തിരിക്കാറില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നവർ പോലും ഈ വർഷങ്ങളൊന്നും ഓർത്തിരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചെയ്തത് എന്തോ സ്പെഷ്യലാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് ചെയ്തതല്ല. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലാതായിട്ട് 12 years ആയെങ്കിൽ പോലും ഞാനും എൻ്റെ മോളും എപ്പോഴും സംസാരിക്കുമ്പോൾ പുള്ളിയുടെ കാര്യങ്ങൾ സംസാരത്തിൽ വരാറുണ്ട്. പേർപ്പസ്ഫുള്ളി അല്ലാതെ തന്നെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഫിസിക്കലി ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉള്ളതായിട്ടാണ്. ഭയങ്കര പ്രൗഡ് തോന്നും. കാരണം ഒരു അമ്മയും മകളുടെ ഒരു യാത്ര. കാരണം ജീവിതത്തിൽ അദ്ദേഹം ചേച്ചിയിൽ നിന്ന് ഫിസിക്കലി പോകുന്ന ഒരു സമയത്ത് ചേച്ചിയുടെ പ്രായം എത്രയായിരുന്നു അപ്പോൾ? അന്ന് 32 years, 32 വയസ്സിലാണ് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടതേ ഇപ്പോൾ ഒരു 12 വർഷം ഇവിടെ നിൽക്കുമ്പോൾ മകൾ MBBS പഠിക്കുകയാണ്, മകൾ ഡോക്ടറാണ്. ഇനിയിപ്പോൾ 4 വർഷം ഇവിടെ കഴിഞ്ഞ MBBS എൻറോൾമെൻറ്റ് കഴിഞ്ഞ ഡോക്ടറായിട്ട് വരാനിരിക്കുന്നു. അപ്പം ചേച്ചി അത് കഴിഞ്ഞിട്ടുള്ളൊരു 12 വർഷം ചേച്ചി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഞാൻ അധികം അതിനെക്കുറിച്ച് ഓർക്കാറില്ല എന്നുള്ളതാണ്. ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്ത് വിഷമിച്ചിരിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സ് കാലിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തത് എന്ന് ആലോചിച്ചിരുന്നപ്പോഴേക്കും ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് ഓഫീസിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ, മോളുടെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ വേറെ വിഷമിച്ചിരിക്കാനോ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കാനോ അതിനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല, ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം മൂവ് ഓൺ അതായിരുന്നു. പിന്നെ ജോലി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 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 അത് കടന്നു പോയി. ഇപ്പോൾ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കമ്പാനിയനാണ്. പെട്ടെന്ന് ആ ഒരു കമ്പാനിയൻഷിപ്പ് അവസാനിക്കുന്ന ഒരു മൊമെൻറ്റ് താണ്ടാൻ പറ്റാതെ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചേച്ചി എങ്ങനെയാണ് ആ ഒരു മൊമെൻറ്റ് സീസ് ചെയ്തത്, ക്രോസ് ചെയ്തത് എങ്ങനെയാണ് ചേച്ചി? അതിനൊരു എന്താ പറയുക, ഒരു ഫോർമുല അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് ഒന്നും അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം എങ്ങനെ വരുന്നു അങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ് എന്ന് പറയുന്ന പോലെ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ എനിക്ക് സിനിമ ഫീൽഡ് എനിക്ക് പറ്റുന്നതല്ല, എനിക്ക് ഈ കോമ്പറ്റീഷൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് ഇൻകം സെക്യൂരിറ്റി, നമുക്കൊരു റിലയബിൾ ഇൻകം അല്ല എന്നൊക്കെ തോന്നിയിട്ട് പല കാര്യങ്ങളും അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ അന്ന് അതൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ പഠിത്തം ഉള്ളതുകൊണ്ട് എന്നാൽ ജോലിക്ക് കയറാം എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയിട്ട് ഞാൻ ബാങ്കിൽ ജോലിക്ക് കയറിയത്. അപ്പോൾ അതും ഒരു ഘട്ടം എത്തിയപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ഭീകരമായിരുന്നു. അപ്പം അന്ന് എൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉണ്ട്, അവരെ നോക്കണം, മോളെ നോക്കണം. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് എനിക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എത്തി. അപ്പോൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി വേണോ ജീവിതം വേണോ എന്ന് തീരുമാനിക്കുക, അല്ലാതെ ഇത്രയും സ്ട്രെസ്സ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഡിസൈഡ് ചെയ്തു എന്നാൽ ഈ ബാങ്ക് ജോലി ക്വിറ്റ് ചെയ്യാം. അങ്ങനെ അത് റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നിരുന്നു. അടുത്തത് വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം ഭയങ്കര ഇതായിട്ടിങ്ങനെ എന്താ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കറങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഇത്രയും ടെൻഷൻ അടിക്കാതെ, ഇപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ ഓടിയതല്ലേ, അപ്പോൾ കുറച്ച് നാൾ ഒന്ന് റെസ്റ്റ് എടുക്കുക, അപ്പോൾ നമുക്ക് ഫിസിക്കലി ഒന്ന് കാം ഡൗൺ ആവാനുള്ള ഒരു ടൈം ആയിരിക്കും ഇത് എന്ന് വിചാരിച്ചാൽ ശരി എന്നാൽ അങ്ങനെ അടുത്തത് വരട്ടെ എന്താണെന്നുള്ളത് അപ്പോൾ ആലോചിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ബ്ലാങ്ക് ആയിട്ട് നിന്ന സമയത്താണ്
എനിക്ക് ട്രാൻസ്ലേഷൻ വർക്ക് വന്നത്. അപ്പോൾ പെട്ടെന്ന് കൈരളി ചാനലിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു. അവർ ഒരു ഹിന്ദി സീരിയൽ ഡബ്ബിങ് ചെയ്യാനായിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഹിന്ദി അറിയില്ലേ, അപ്പോൾ ഹിന്ദി സീരിയലൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി ശീലമില്ല, അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് എഴുതാം, നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അതിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ ആ സീരിയൽ എഴുതാൻ തുടങ്ങി. അത് എൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഹിറ്റായി. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും സീരിയൽസ് വന്നു. അപ്പോൾ അങ്ങനെ അത് ഒരുമിച്ചൊരു 1000 എപ്പിസോഡിൽ കൂടുതൽ അത് എഴുതാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു പുതിയ കരിയർ എനിക്ക് ഓപ്പണായി വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ദൈവനിശ്ചയം പോലെ. അപ്പോൾ അതിൽ ചേച്ചി പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പോകുന്ന സമയത്ത് എൻ്റെ പേഴ്സ് കാലിയായിരുന്നു, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ബാങ്കിലേക്ക് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു മൊമെൻ്റാണ്. സോ നമ്മൾ പറയില്ല, ഒരു ഇമോഷണൽ, ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചേച്ചിയെ പിടിച്ചു നിർത്തിയ വലിയ ചിന്തകൾ എന്തായിരിക്കും? അതായത് നമ്മൾ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല, നമ്മൾ ഓഫീസിലാണ്, നമ്മൾ ജോലിക്ക് പോകണം, അപ്പം മകൾ, അച്ഛനമ്മ, ഇതിൽ ഏറ്റവും കൂടുതൽ ചേച്ചിയെ പിടിച്ചു നിർത്തി ഏറ്റവും കൂടുതൽ മോള് എന്നുള്ളൊരു ഫാക്ടർ തന്നെയായിരുന്നു. അവൾക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു ചേച്ചി ആ സമയത്ത്? 7 വയസ്സേ ഉണ്ടായിരുന്നു. 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിച്ച് ചിന്തിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. കാരണം സപ്പോർട്ടിന് ആരുമില്ല, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എനിക്ക് അന്നത്തെ സമയത്ത് ഞാൻ സൊസൈറ്റിയെ പറ്റി ഒരുപാട് ചിന്തിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും, അവരങ്ങനെ നോക്കുന്നു, ഇവരിങ്ങനെ പറയുന്നു. അപ്പോൾ പണ്ട് മുതലേ എനിക്കൊരു നല്ല കുട്ടി എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് ഭയങ്കരമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് വിചാരിച്ച് ആത്മഹത്യ തോന്നലൊക്കെ വന്നു. ആ സമയം വന്നു പോവുമല്ലേ? വന്നു പോവും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നത്. പിന്നെ ഇനി അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് സഫർ ചെയ്യുന്നത് മോളും കൂടിയാണ്. അപ്പോൾ അവൾ ഒരു തെറ്റും ചെയ്യാതെ അവൾ അങ്ങനെ സഫർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചേ പറ്റുള്ളൂ, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. പിന്നെ എന്താ പറയുക, കുറച്ച് പോസിറ്റീവായിട്ട് ഇരിക്കാൻ തുടങ്ങി. നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ കുറേ മാറ്റി നിർത്താൻ തുടങ്ങി. പിന്നെ പതുക്കെ മോള് വലുതായി വന്നു കഴിഞ്ഞപ്പോൾ അവൾ തന്നെ പറയാൻ തുടങ്ങി, അമ്മ എന്തിനാ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്? അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി, അമ്മയ്ക്ക് എന്നെ ബോധിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അവൾക്ക് എന്നെ ബോധിപ്പിച്ചാൽ മതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ ഒരു ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പറയാനുള്ളവരെ എന്നായാലും നമ്മൾ എന്ത് ചെയ്താലും പറയും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മോളെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, ഓരോ സമയം കഴിയുന്നതനുസരിച്ച് നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പുതിയ ലെസൺസ് പഠിക്കുമല്ലോ. അങ്ങനെ പഠിച്ച് ഗ്രാജുവലി ഇങ്ങനെ കുറേ ചേഞ്ചസ് വന്നതാണ്. ഇപ്പോഴും ഞാൻ ബോൾഡാണ്, സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളങ്ങനെ ആയി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. യു ആർ ഋഷി, ബിക്കോസ് സീയിങ് യു റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. മകൾ ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും സോൾ റീസൺ എന്ന് പറയുന്ന അമ്മ തന്നെയാണ്. എന്നാൽ ഈ അമ്മ മകൾ മാത്രമുള്ളൊരു ലോകമായിട്ട് പിന്നെ അത് മാറിയില്ലേ? അപ്പം നിങ്ങളുടെ ഇടയിൽ സംസാരത്തിൽ അച്ഛൻ്റെ ഇത് വന്നു, ഓർമ്മകൾ ഇഷ്ടം പോലെ കയറി വരും, ഒരു ദിവസവും കടന്നു പോകുന്നില്ല അദ്ദേഹത്തെ ഓർക്കാതെ. മോൾ എപ്പോഴെങ്കിലും അച്ഛനെ മിസ് ചെയ്യുന്നു എന്ന് വന്ന് പറയാറുണ്ടായിരുന്നു ചേച്ചിയുടെ അടുത്ത്? അങ്ങനെ ഒരു തോട്ട് അവളുടെ മനസ്സിൽ വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒരു കാര്യത്തിനും ഞാനൊരു കുറവ് വരാതെ മാക്സിമം അതിന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്തു തന്നേനെ എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും വരാതെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു എക്സ്റ്റെൻറ്റ് വരെ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവളുടെ മനസ്സിലും അച്ഛനെ പറ്റി ഒരുപാട് നല്ല ഓർമ്മകളാണുള്ളത്. പിന്നെ അവൾ ഇപ്പോൾ
എന്താ പറയുക, ഈ ബോയ് ഫ്രണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള പ്രായമായല്ലോ. അപ്പോൾ അവൾ പറയും എനിക്ക് അച്ഛനെ പോലെ ഒരു ആളെയാണ് എനിക്ക് വേണ്ടതെന്ന്. അച്ഛനൊരു ഭയങ്കര ഗ്രീൻ ഫ്ലാഗ് ആയിരുന്നു എന്ന് അവൾ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛനെ പറ്റി നല്ല ഓർമ്മകളാണ് അവളുടെ മനസ്സിലുള്ളത് എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്യാതെ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും അവൾക്ക് ഞാൻ അവൈലബിൾ ആവാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിലെ കാര്യങ്ങളായാലും ബാക്കി എന്ത് കാര്യങ്ങളിലായാലും ഞാൻ മാക്സിമം എവിടെയായാലും ഓടിയെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചുറ്റും ചേച്ചി ഒരുപാട് ഡിവോഴ്സ് റേറ്റ് ഭയങ്കരമായിട്ട് കേരളത്തിൽ കൂടുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. സിംഗിൾ മദേഴ്സ് ഭയങ്കരമായിട്ടും കൂടുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിംഗിൾ മദറിനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിന് നമ്മൾ ഇത് ശരിയാണ് ഇത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തരും ചിന്തിക്കുന്ന രീതികൾ വേറെയാണ്, ഓരോരുത്തരും കടന്നു പോകുന്ന സിറ്റുവേഷൻസ് വേറെയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഇപ്പോൾ ഒരു സിംഗിൾ ആവുക എന്നുള്ളത് ആരുടെയും കുറ്റം കൊണ്ടല്ല. അപ്പോൾ അതിന് അവരവർ അനുഭവിക്കുന്ന ആ സിറ്റുവേഷൻസ് നമുക്ക് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ പുറമേ നിന്ന് ആൾക്കാർക്ക് പറഞ്ഞു തരാൻ പറ്റും, ഉപദേശിക്കാൻ പറ്റും, പക്ഷേ അതൊക്കെ നമ്മൾ തന്നെയാണ് അത് ഫേസ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പല സിറ്റുവേഷൻസിലും നമ്മൾ ഇനി ഇവിടെ തീർന്നു, ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് ചിന്തിക്കുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ പണ്ട് നമുക്ക് എന്താ പറയുക, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ജീവിക്കാനാണെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളവിടെ സ്റ്റക്കായി നിൽക്കരുത്, ഇവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സിംഗിളായിട്ട് ജീവിക്കുന്ന സിംഗിൾ വിമൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന്നൊക്കെ നമ്മൾ തന്നെ മോട്ടിവേറ്റഡ് ആവുക. അതെ, ഇപ്പോൾ ഞാൻ നോക്കിക്കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവർ അയ്യോ എന്ത് ബോൾഡാണ്, ഇവർ ഈ സിറ്റുവേഷനൊക്കെ എങ്ങനെ കടന്നുപോയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കടന്നു വന്ന വഴികളൊക്കെ വളരെ ചെറുതാണ്, അത്ര വലിയ സംഭവങ്ങളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി പലരുടെയും ലൈഫ് വെച്ചിട്ട് അതിനെ ഞാൻ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കാറുണ്ട്. എന്നാലും ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുമായിട്ട് അടുത്ത് ഇടപഴകി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടും ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഹിസ്റ്ററി ആരുടെ ആയിരിക്കും? ചേച്ചി പറഞ്ഞാൽ കേട്ടിട്ട് എനിക്കൊരു മോട്ടിവേഷനായിരുന്നു. കാരണം അവർ പൊരുതി വന്ന നേടിയൊരു വിജയം. അങ്ങനെ ചേച്ചിക്ക് തോന്നിയ ഒരു പേര് പറയാനുണ്ടാവോ? ഒരു പേര് അങ്ങനെ എടുത്തു പറയാനുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ പലരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാനായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഞാനും ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ആളാണ്. അത് ഒരുപാട് വിഷമിച്ചിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തോന്നും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, അടുത്ത കാര്യത്തിലേക്ക് കടന്നേ പറ്റുള്ളൂ എന്ന് തോന്നും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ഒരാളുടെ കാര്യം നമ്മളിങ്ങനെ കേൾക്കും, അവർ ഇത്രയും വലിയൊരു കാര്യത്തിൽ നിന്ന് കടന്നു വന്നതല്ലേ എന്ന് വിചാരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നിസ്സാരമാണ് എന്ന് തോന്നും. അങ്ങനെ കടന്നു പോയിട്ട്. ചേച്ചിയുടെ ഇപ്പോൾ ലവ് മാരേജ് ആയിരുന്നു എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഡയറക്ടറായിരുന്നു, സെയിം മീഡിയയിലായിരുന്നു. എനിക്കറിയാം അന്നത്തെ കാലത്ത് ചേച്ചിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാവില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് അദ്ദേഹത്തിലേക്ക് എങ്ങനെയാണ് എൻ്റെ ലൈഫ് പാർട്ണർ ഇതാണെന്ന് അദ്ദേഹത്തിലേക്ക് എത്തിച്ചു ആ ഗ്രീൻ ഫ്ലാഗ് എന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ അന്ന് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ നല്ല പിടിച്ച് നടക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ പലതും വരുന്നതൊന്നും എനിക്ക് മൈൻഡ് ചെയ്യാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു സീരിയലിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അന്ന് പരിചയപ്പെട്ടു.
ആ സീരിയലിൻ്റെ ലാസ്റ്റ് പാക്കപ്പ് ഡേ എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഞാൻ അന്നും അയ്യോ ഇതൊന്നും ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല, എൻ്റെ പേരൻസാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളി എന്നെ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു. പിന്നെയും എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എന്താ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഒന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു. കാരണം എല്ലാവരും അങ്ങനെ പറയുന്നതല്ല, ഇഷ്ടമാണ് റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിൽ പറയാറുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഒരാൾ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ കൂടുതൽ സംസാരിച്ചടുത്ത് വന്നപ്പോൾ മനസ്സിലായി വളരെ ബോൾഡായിട്ടുള്ള ആളാണ്. എല്ലാ കാര്യത്തിനും അവനവൻ്റേതായ ഓരോ തീരുമാനങ്ങളുള്ളതാണ് ആളാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്ത് ആഹാരമാണ് ഇഷ്ടം, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണ് ഇഷ്ടം, എവിടെ പോകാൻ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നപ്പോൾ എന്താ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താടാ എന്ന് ചോദിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഭയങ്കര എന്താ ആണത്തമുള്ള ഒരാൾ, ഒരു ഭയങ്കര ഹീറോയിസം. അതെ അതെ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഓരോ ദിവസം സംസാരിച്ച് വന്നപ്പോൾ ആള് വളരെ ഓക്കെയാണ്. ചേച്ചി വാട്സപ്പ് ഇല്ല, ഇന്നത്തെ ഫോണില്ല, ഡേറ്റിംഗ് ആപ്സ് ഇല്ല, ഒന്നുമില്ല. ഫോൺ പോലും അന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് കോളേജിൽ ഫീസ് അടയ്ക്കാൻ തരുന്ന പൈസ കൊണ്ടാണ് ഫോൺ ചെയ്യാറുള്ളത്. അപ്പൊ ചേച്ചി അപ്പൊ ഫീസ് അടയ്ക്കാനുള്ള പൈസ കഴിഞ്ഞ് പുള്ളിയെ കാണുമ്പോൾ എനിക്ക് പൈസ തരും, അതുകൊണ്ട് ഫീസ് അടയ്ക്കും. അന്നും അത്രയും അനശ്വര പ്രണയങ്ങളൊക്കെ അന്നും അല്ലേ ചേച്ചി? ലവ് വിൽ ഫൈൻഡ് ഇറ്റ്സ് വേ എന്ന് പറയുന്ന പോലെയാ. ലെറ്റേഴ്സ് ആ ലെറ്റർ എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ടോ ചേച്ചി? ഒരുപാട് നാളുണ്ടായിരുന്നു. പിന്നെ മോൾ അതെടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ശരിയാവില്ല എന്ന് തോന്നി, പിന്നെ കത്തിച്ച് കളഞ്ഞു. മോളൊരു അവൾക്കൊരു 5-6 വയസ്സുള്ള, എനിക്കൊന്ന് അദ്ദേഹം മരിക്കുന്നവരെ ലെറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്ന് എന്നോട് പറയും ലെറ്റേഴ്സ് എഴുതണം, അതൊരു 20 പേജിൽ കുറയാതെ വേണം ഓരോ ലെറ്ററും. 20 പേജോ? അതെ, ഒരു ലെറ്ററോ? അതെ. അങ്ങനെ എത്ര ഇടവിട്ടാണ് ആ 20 പേജുള്ള ലെറ്റർ എഴുതുന്നത്? മാസത്തിലൊരു 2 എഴുതാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ KVയിലാണ് പഠിച്ചത്. സ്കൂളിങ് KVയിലായിരുന്നു. അപ്പോൾ മലയാളം പഠിച്ചിട്ടില്ല, മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. ഹിന്ദിയിലാണ് എഴുതിയത് പറയരുത് ചേച്ചി. അല്ല, മലയാളം ഞാൻ പഠിക്കേണ്ടി വന്നു. ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടി വന്നു. അങ്ങനെ എഴുതി മലയാളം ഫ്ലുവൻ്റ് ആയി. അത് എന്നെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനും ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്.